കേരള SSLC +1 ഇംപ്രൂവ്മെന്റ് അതേപോലെ +2 എക്സാം ഈ മൂന്നിന്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ള ചോദ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. SLCയുടെ കാര്യത്തിൽ അത്രയും ചോദ്യം വരുന്നില്ല. കാര്യം SLC ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാം ജയിക്കും. A+ന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അത്രയും ടെൻസ്ഡ് അല്ല. എല്ലാ തവണയും +2 ആണ് കുറച്ചൊരു ടഫ് വരുന്നത്. ഇത്തവണത്തെ +2 ബാച്ച് ഒരു പരീക്ഷണശാലയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് +1ന്റെ ഇംപ്രൂവ്മെന്റും ഇതേ ടൈമിൽ തന്നെ, എക്സാമും ഒരേ ടൈമിൽ, റിസൾട്ടും ഒരേ ടൈമിൽ. ആദ്യം +1ന്റെ ഇംപ്രൂവ്മെന്റ് തന്നെ ആയിരിക്കും. ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ, ഒരുപക്ഷെ മെയ് 1, 2 ആ ഒരു ദിവസങ്ങളിലായിരിക്കാം ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വരുന്നത്. +2ന്റെ റിസൾട്ട് ഏകദേശം 10 കഴിഞ്ഞിട്ട്, 10 തൊട്ട് 15-ാം തീയതി വരെയുള്ള ഡേറ്റിലും, +1ന്റെ റിസൾട്ട് 8, 9, 10 ആ തീയതികളിൽ ഏതെങ്കിലും ഒരു തീയതികളിലും ആയിരിക്കും എന്നാണ് ഇപ്പൊ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അപ്പൊ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 15-നകത്ത് തന്നെ ഈ പറയുന്ന എല്ലാ റിസൾട്ടും കാര്യങ്ങളും വരും. അതുപോലെ ജൂണ് ആ ടൈമിൽ, ജൂലൈ ടൈമിൽ തന്നെ +1ന്റെ ആ ഒരു പ്രവേശനമാണെങ്കിലും നാട്ടിലെ ഡിഗ്രി പ്രവേശനമാണെങ്കിലും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. സോ അവധിക്കാലം ഏകദേശം അവസാനിക്കാറായി. അതുകൊണ്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അതായത് +2 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇനിയും ചിന്തിച്ചില്ല എങ്കിൽ നമ്മുടെ കൈ നിൽക്കാത്തൊരവസ്ഥയിലോട്ട് പോകും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ തവണത്തെ എക്സാം വാല്യുവേഷൻ ടൈമില് കുറെ പ്രത്യേകതകൾ ഉണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന ഈ 2 എക്സാം, പിന്നെ മാത്സ്, ഇത് മൂന്നും കുറെ കുട്ടികൾ തോക്കാൻ ചാൻസ് ഉണ്ട് എന്ന് എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. വാല്യുവേഷൻ ടൈമിൽ നിങ്ങൾ പേടിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതായത് കുറച്ച് ടഫായിരുന്നു, കുറച്ച് നല്ല, അത്യാവശ്യം നല്ല ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വാല്യുവേഷൻ ടൈമിൽ കുറെ അധികം കുട്ടികൾ തോറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെളിയിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൊണ്ട് വീണ്ടും വാല്യുവേഷൻ നടത്തി കുറച്ച് കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അകത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുമാണ്, ചീത്തയാണ്. ഇത്രയും കട്ടിയായതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ലൊരു ടൈറ്റിലുമാണ്. സാറിന് ഈ ടൈമിലോട്ടൊക്കെ ഒരുപാട് കുട്ടികൾ വെളിയിലോട്ടൊക്കെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ച് കൺഫേം ആക്കി ക്യാമ്പസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതല്ലാതെ അഡ്മിഷൻ എടുക്കാൻ ഒരുപാട് കുട്ടികൾ വെയിറ്റിംഗ് ആണ്. അവർക്ക് തോക്കുമോ എടുക്കുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷെ തോറ്റാലും നമുക്ക് മുമ്പോട്ട് പോകാൻ എന്ന് പറഞ്ഞ എക്സാം ആ ഒരു ത്രൂ കൂടെ പോകാൻ പറ്റും. അതേപോലെ തന്നെ വേണമെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളിലോട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേണേൽ +2 എഴുതിയെടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് നമുക്ക് അന്നേരം സംസാരിക്കാം. ഇപ്പൊ മെയിൻലി ഞാൻ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. പ്രത്യേകിച്ച് +2 കഴിഞ്ഞിട്ട് അല്ലെ +2ന്റെ എക്സാം റിസൾട്ട് നോക്കിയിരിക്കുന്ന കുട്ടികള്, നിങ്ങളെ ഒരു പരീക്ഷണശാലയാണ്. അതായത് നിങ്ങളെ ഇതിപ്പോ എങ്ങനെ ഈ +1 ഇംപ്രൂവ്മെന്റ് ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും, അതെങ്കിൽ ഇത്രയും കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളൊരു പരീക്ഷണശാലയാക്കി നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷണശാലയാണെങ്കിലും നമുക്ക് ഇത് കടന്നു പോയേ പറ്റുള്ളൂ. കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്, ഏത് പ്രൊഫഷനിലോട്ട് പോകണം എന്ന് പറഞ്ഞൊരു കേസ് ഇതിനകത്താണ് വരുന്നത്. അപ്പം തോൽക്കാനുള്ള ചാൻസ് പ്രത്യേകിച്ച് കൂടുതലാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയമോ 2 വിഷയമോ പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതായത് അതൊരു മെന്റൽ സ്ട്രോക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരരുത്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി എടുക്കാവുന്ന കാര്യമുള്ളൂ. തോൽവിയൊന്നും അത്ര വലിയൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് മീൻസ് പഠിക്കാൻ പോകാനും മുമ്പോട്ട് പോകാനും എഴുതി ജയിച്ചാലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതില്ലെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഉള്ളിടത്തോളം കാര്യം നിങ്ങളുടെ ഭാവി ഇല്ലാണ്ടായി എടുക്കുകയൊന്നുമല്ല. കാര്യം ഓൾറെഡി എക്സാമും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിനകത്ത് വേറെ എഫേർട്ടൊന്നും എടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തോൽക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ നിൽക്കുക. ഡബിൾ പാസ് ആയവരോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചവരോ അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളവരോ ഒന്നുമല്ല. ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ. ഒരു 50 തൊട്ട് 60, 70% വരെ മാർക്ക് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇൻസൈഡ് കേരള അഡ്മിഷൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഔട്ട്സൈഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിന് ടൈമും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം ഏത് കോഴ്സാണേലും അതിനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ തോൽവിയെ ഫേസ് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അത് നിങ്ങൾക്ക് ഒരു മെന്റൽ സ്ട്രോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങളുടെ തെറ്റുകൊണ്ട് മാത്രമല്ല. കാര്യം എല്ലാവർക്കും ഒരേ ലെവലിൽ തന്നെ പഠിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ അത് മനസ്സിലാക്കണം. ഇപ്പൊ എല്ലാരും മീൻസ് പഠിത്തത്തിൽ മാത്രം ഏറ്റവും ടോപ്പിലെത്തും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
നിങ്ങൾ ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു പാടുണ്ടാവും. അത് കാരണം നിങ്ങൾ ഡൈവേർട്ട് ആയി പോകത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തവരെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. മീൻസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഓക്കെ, അതും പോട്ടെ. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ 10ാം ക്ലാസ് റിസൾട്ട് ഫെയിലായി അല്ലെ ഫെയിൽ ആവുമെന്ന് പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലോട്ടുള്ള കുട്ടികളൊക്കെയാണ്. അപ്പൊ ആ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഫെയിലിയർ വന്നാലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ മുൻകൂട്ടി തന്നെ കണ്ടോളുക. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിലും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഫെയിലിയറിന്റെ ശതമാനം കുറച്ച് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഒരു പത്തനംതിട്ടക്കാരനാണ്. അപ്പൊ പത്തനംതിട്ടയുടെ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ലൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാം. +2 പഠിക്കുന്ന കുട്ടികൾക്ക് വിജയശതമാനം ഏറ്റവും കുറയുന്ന ഒരു ജില്ലയാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ക്ലിയർ ഔട്ട് ആവുന്നില്ല. അത്യാവശ്യം ഒരുപാട് കുട്ടികൾ ഇവിടെ തോറ്റു പോകുന്നുണ്ട്, ഒരു വിഷയം 2 വിഷയത്തിനും. അപ്പൊ പേഴ്സണലി എനിക്ക് പറയാൻ പറ്റുന്നവരോടെല്ലാം ഞാൻ പറയുന്നുണ്ട്, തോക്കുന്നത് ഒരു പ്രശ്നമല്ല. അത് നിങ്ങൾ ഫേസ് ചെയ്തോളുക. അത് ജസ്റ്റ് ഗോ ത്രൂ. അത് നിങ്ങളെ ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അഥവാ തോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സേയ്ക്ക് വേണ്ടിയിട്ട്, അത് തോക്കുന്ന എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ അതിന് ഇപ്പോഴേ പ്രിപ്പയർ ആയിക്കോളൂ. ഈ സമയം വെറുതെ പാഴാക്കാതെ പ്രിപ്പയർ ആയിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഫെയിൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്തുന്നതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് SSLCയുടെ ഒരു അപ്രോക്സിമേറ്റ്ലി ഡേറ്റ് 8 തൊട്ട് 10 വരെ ആ റേഞ്ച് ആയിരിക്കും. +1 ഇംപ്രൂവ്മെന്റ് എപ്പോ വേണേലും സംഭവിക്കാം. വേണമെങ്കിൽ ഞാൻ ഈ സംസാരിച്ച് കഴിയുന്ന ഇന്ന് 25-ാം തീയതിയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഏത് നിമിഷം വേണമെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരാം. പക്ഷെ എങ്കിലും ആ ഒരു 1-2 തീയതികളിലൊക്കെ വരാനാണ് ചാൻസ് കൂടുതലായിട്ട് പറയുന്നത്. റിസൾട്ട് എല്ലാം മെയ് ആദ്യം തൊട്ട് പബ്ലിഷ് ചെയ്താൽ മതി എന്നും ഒരു ടോക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത മെയിൻ +2ന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 10-ാം തീയതി കഴിഞ്ഞിട്ട് 10, 11 വന്നിട്ട് ആ ഒരു 15-നകത്ത് 20 വരെ പോകാതെ 15-നകത്ത് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ ഏകദേശം വാല്യുവേഷന്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം വന്നു. മീൻസ് ഒരു ഏപ്രിൽ 20-ന് മുമ്പ് വാല്യുവേഷൻ തീരുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് തീരാതിരുന്നത് ഈ പറയുന്ന തോൽവിയുടെ എണ്ണം കൂടുതലായതുകൊണ്ടും അതൊന്ന് റെക്ടിഫൈ ചെയ്യണമെന്നും ഉള്ളതുകൊണ്ടുമാണ്. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും പേര് തോക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്ത ടൈമിലാണ് ഇത്രയും കൂടെ ഒരു ലാഗ് വന്നത്. അത് ഇപ്പോൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരുമാതിരിയൊക്കെ അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഈ തവണ വിജയശതമാനം +2-ന് കുറവായിരിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കിട്ടിയ ഒരിത്. അപ്പൊ ഡേറ്റിന്റെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റ് എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞു, അപ്പൊ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതല്ല, ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, മാർക്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും എല്ലാം തന്നിട്ടുണ്ട്. ഓൾറെഡി എന്റെ മറ്റ് വീഡിയോകളിൽ ഒക്കെ കോൺടാക്ട് ചെയ്യുന്നവര് നമ്പർ എടുത്തിട്ട് ഈ റിസൾട്ടിനെ പറ്റി കുറെ അധികം കോളും മെസ്സേജും ഒക്കെ ആയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിനെ പറ്റിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടോ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് മീൻസ് മെസ്സേജ് ആയിട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. സോ ഈ വീഡിയോ അതേപോലെ തന്നെ ഇതുപോലുള്ള കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഉടനെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.